പലരും ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ പറയാറുണ്ട്. പക്ഷേ ഇതൊരു നെഗറ്റീവ് സൈഡായിട്ട് കണ്ട് ചില വ്യക്തികൾ ഇതിനെ തെറ്റിദ്ധരിച്ച് ഈ നമ്മുടെ ഈ ആധ്യാത്മിക യാത്രയിൽ പിന്തിരിഞ്ഞു പോകാറുമുണ്ട്. എന്നാൽ ഇത് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമാണ്. ഇതെല്ലാം നമ്മുടെ ജീവൻ്റെ ഒരു പരിണാമത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് പോസിറ്റീവായിട്ട് പോകണമെന്നാണ് ഗുരുക്കന്മാരെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്താണ് ഞാനൊരു ഒബ്സർവേഷനെ കുറിച്ച് പറയാറുള്ളത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ മനസ്സിലാകുന്നില്ല എന്നെല്ലാം വന്ന് ചില പരാതികളൊക്കെ കമൻറ്റിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകുന്ന ഒരു വിഷയം അല്ല, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നിഷ്പക്ഷമായിട്ട് കേൾക്കണം. ഇപ്പം നമ്മുടെ ആശ്രമ സ്വഭാവത്തിൽ ആണെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒരു തുടക്കക്കാർക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ആശ്രമ സ്വഭാവത്തിലുള്ള നമ്മുടെ ആശയങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഗുരു സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും മറ്റ് വലിയ വലിയ അറിവുകളും എല്ലാം അതും ഗുരു വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു തുടങ്ങി നല്ല പ്രവർത്തിച്ച് കർമ്മത്തിലും പ്രാർത്ഥനയിലും ഒക്കെ നമ്മളൊരു ആശ്രമ പരിചയത്തിൽ ജീവിച്ച് വരുമ്പോൾ ഈ ഉന്നതമായ ആധ്യാത്മിക തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് നമ്മളെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെ നേരിടണം, എങ്ങനെ നേരിടണം, അവിടെ നമ്മൾ നെഗറ്റീവ് മൈൻഡിന് അടിമപ്പെട്ട് പോകാതെ എങ്ങനെ ഈ ഒരു തലം കടക്കണമെന്നുള്ളൊരു വിഷയമാണ് പൊതുവേ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, ഇപ്പോൾ എല്ലാം നമ്മളിങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ മനസ്സിൽ ഒരു അഹന്താ സ്വഭാവത്തിലുള്ള ഒരു അസ്തിത്വം, നമ്മൾ പഠിച്ചതും കണ്ടതും കേട്ടതും ഇന്നുവരെ വായിച്ചതും അറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ട് അതിനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ഒരു കാര്യങ്ങളുണ്ട്, അതിനെ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്നതിനെ കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. ചിലർക്ക് എതിർപ്പുണ്ടാവും, ചിലർക്ക് അനുകൂലിക്കും. ഞാൻ പറയുന്നതുമായിട്ട് യോജിക്കുന്ന തലത്തിലുള്ള ചില വ്യക്തികൾ അനുകൂലിക്കും. പക്ഷേ എതിർക്കുകയോ അനുകൂലിക്കുകയോ ഒന്നും ചെയ്യാതെ നിഷ്പക്ഷമായിട്ട് ഇതിനെ കേൾക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിഷ്പക്ഷമായിട്ട് കേൾക്കാൻ വളരെ റിലാക്സ് ആയിട്ട് ആദ്യം നമ്മൾ അറിഞ്ഞതിനെല്ലാം ഒന്ന് മാറ്റി വെക്കണം. കുറച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞതും കണ്ടതും കേട്ടതും എല്ലാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നിഷ്പക്ഷമായിട്ട് ശ്രദ്ധിക്കാൻ പഠിക്കണം. ഇപ്പം നമ്മൾ അറിഞ്ഞെന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇപ്പോൾ വേദാന്ത സ്വഭാവത്തിലായാലും പാണ്ഡിത്യത്തിലായാലും ഗുരുമാർഗത്തിലായാലും പല തലത്തിലാണ് മനുഷ്യൻ ഉണർന്നിരിക്കുന്നത്. ഈ ഉണർച്ച എന്ന് പറയുമ്പോൾ മനുഷ്യന് ഓരോരോ തലങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഏറ്റവും താഴത്തെ തട്ടിൽ ഉണർന്നവൻ അല്ലെങ്കിൽ രണ്ടാമത്തെ തട്ടിൽ ഉണർന്നവൻ മറ്റ് കാര്യങ്ങളെയൊക്കെ മറ്റു ഗുരുക്കന്മാരും ഋഷീശ്വരന്മാരൊക്കെ ഉന്നത തലമായിട്ടുള്ള അവയർനെസ് എന്ന് സംസാരിക്കുന്നതിനെ അവരവരുടെ തലത്തിൽ മനസ്സിലാക്കിയിട്ട് അതുമായി വെച്ച് നമ്മളൊക്കെ സംസാരിക്കുന്നതിനെ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ്